Hi everyone, this is Ebin Say from Evika. അങ്ങനെ നമ്മുടെ iOS 17.2.1 എന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം ഒരു 300 മുതൽ 400 MB വരെയാണ് എല്ലാ ഡിവൈസുകൾക്കും. പക്ഷേ ഐഫോൺ 13 സീരീസിൽ നമുക്ക് ഇതേപോലെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള 1.2 അല്ലെങ്കിൽ 1.3 GB വരുന്ന ഒരു വലിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആപ്പിൾ macOS 14.2.1, iOS 16.7.4, iPadOS 16.7.4, എയർപോഡ്സ് 3ൻ്റെ ഫേംവെയർ 6ഉം റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കരുതിയ പോലെ ഒരു WatchOS 10.2.1 എന്ന അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്തില്ല. പക്ഷേ 10.2.1 എന്ന അപ്ഡേഷനിൽ ആപ്പിൾ വർക്കിംഗ് ആണ്. കാരണം നമുക്കറിയാവുന്ന പോലെ US ഈ പറയുന്ന ആപ്പിൾ വാച്ച് സീരീസ് 9ഉം അതേപോലെ അൾട്രാ 2ഉം ബാൻ ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഈ പറയുന്ന ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതേപോലെ നമ്മുടെ റീറ്റെയിൽ സ്റ്റോറിലും US ഈ ഒരു ഡിവൈസ് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫുൾ ഫ്ലജ് കാര്യങ്ങളും ഈ പറയുന്ന ആപ്പിളിന് വന്നിരിക്കുന്ന ആ ഒരു ബാൻഡ് ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഈ ഒരു അപ്ഡേഷൻ്റെ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മുടെ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത് 21C66 എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ബിൽ നമ്പർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ ഇഷ്യൂസ് നമുക്ക് റിസോൾവ് ചെയ്യാനുള്ള ചാൻസ് ഈ ഒരു അപ്ഡേഷനിൽ ഭയങ്കര കുറവാണ്. ഈ ഒരു അപ്ഡേഷൻ iOS 17.2.1 എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷനിൽ ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബഗ് ഫിക്സസിലാണ്. എസ്പെഷ്യലി നമ്മുടെ ഈ പറഞ്ഞ പ്രൊമോഷൻ ഡിവൈസുകളുടെ ഡിസ്പ്ലേ ഷട്ടറിങ്ങിന് കുറച്ചധികം ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ മ്യൂസിക് എടുത്തതിന് ശേഷം നേരെ നമ്മൾ ഡൈനാമിക് ഐലൻഡിലേക്ക് പോവുകയാണെങ്കിൽ ആ ഡൈനാമിക് ഐലൻഡിലേക്ക് ഇടുന്ന ആ ഒരു ആനിമേഷൻ അല്ലെങ്കിൽ ആ ഒരു വിവിഡ് സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു ഇൻ്റർഫേസ് നമുക്ക് ചില സമയത്ത് ക്ലട്ടറിങ് ആയിട്ട് വരികയും നമുക്ക് ഈ പറഞ്ഞ ആപ്സ് സ്വിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഹോം സ്ക്രീൻ നമുക്ക് പേജ് മാറ്റുമ്പോഴും കുറച്ചധികം ബഗ്ഗുകൾ, ഷട്ടറിങ് എന്നീ പറഞ്ഞ കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ നമ്മുടെ ഈ പറഞ്ഞ iOS 17.2.1 ആപ്പിൾ റിസോൾവ് ചെയ്തെന്നാണ് പറയുന്നത്. അതേപോലെ അടുത്ത വന്ന ഒരു ബഗ് ഫിക്സ് ആണ് നമ്മുടെ ബാറ്ററി ഡ്രെയിനിങ് എന്ന് പറയുന്നത്. നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ബാറ്ററി എന്ന ഓപ്ഷൻ എടുക്കാം. ഈ ഒരു ബാറ്ററി അപ്ഡേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം അപ്പോൾ തന്നെ ഒരിക്കലും ഈ പറയുന്ന ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ബാറ്ററി ഹെൽത്ത് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. കാരണം ആ ഒരു അപ്ഡേഷന് ശേഷം ഒരു കറക്റ്റായിട്ട് 4-5 ദിവസങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്ത ശേഷം വരുന്ന ഫീഡ്ബാക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ ഈ പറയുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ബാറ്ററി ഡ്രെയിനിങ് കുറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ iOS 17.2ൻ്റെ ഫോളോ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈ പറഞ്ഞ അപ്ഡേഷന് ശേഷം ആ പറയുന്ന ബാറ്ററി ഡ്രെയിനിങ് എനിക്കും ഉണ്ടായിരുന്നു. ആ ഒരു ബാറ്ററി ഡ്രെയിനിങ് ഈ ഒരു അപ്ഡേഷനിൽ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ വാച്ചിൻ്റെ ഈ പറയുന്ന 9 ആൻഡ് അൾട്രാ 2ൻ്റെ ബാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു വിഡ്രോവൽ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ വാച്ചിൻ്റെ ബ്ലഡ് ഓക്സിജൻ എന്ന് പറഞ്ഞ സെൻസറിൻ്റെ പേരിലാണ് ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ US വന്നിരിക്കുന്നത്. ഈ US വന്നിരിക്കുന്ന ഇഷ്യൂ കാരണം തന്നെ ആപ്പിൾ 2023 റിലീസ് ചെയ്ത ഈ പറയുന്ന ആപ്പിൾ വാച്ച് സീരീസ് 9ഉം ആപ്പിൾ വാച്ച് അൾട്രാ 2ഉം ഈ വട്ടം അല്ലെങ്കിൽ ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആപ്പിൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും അതേപോലെ റീറ്റെയിൽ സ്റ്റോറിൽ നിന്നും ആപ്പിൾ വിഡ്രോ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പുറകിൽ വലിയൊരു ബാൻ അല്ലെങ്കിൽ വലിയൊരു ലോ സൂട്ട് ആപ്പിളിനെതിരെ വന്നിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും കുറച്ചധികം വിശദീകരിച്ച്
ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ അപ്ഡേറ്റിൽ വന്ന സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ കാര്യങ്ങൾ പറയാം. നേരെ നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ സെക്യൂരിറ്റി റിലീസിൻ്റെ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകാം. ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പേജിലേക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും iOS 17.2.1 എന്ന ആ ഒരു അപ്ഡേഷന് ഇവിടെ ആപ്പിൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ദിസ് അപ്ഡേറ്റ് ഹാവ് നോ പബ്ലിഷ് CVE എൻട്രീസ് എന്ന്. അതായത് ആപ്പിൾ ഈ പറഞ്ഞ അപ്ഡേഷനിൽ എന്തൊക്കെ സെക്യൂരിറ്റി അപ്ഡേറ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ആപ്പിൾ ഇപ്പോഴും പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന മാറ്റങ്ങളിൽ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്മുടെ ഡിവൈസിൻ്റെ പെർഫോമൻസിൽ വന്ന ആ ഇംപ്രവൈസേഷൻ്റെ പുറത്താണ് നമുക്ക് ഇന്ന കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ നമ്മുടെ ഡിവൈസിൽ ബഗ് ഫിക്സ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നത്. ആപ്പിൾ ഈ പറഞ്ഞ അപ്ഡേഷനിലൊന്നും ഇന്നതാണ് മാറ്റിയിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഡിവൈസിൻ്റെ ഓവറോൾ പെർഫോമൻസും പിന്നീട് നമുക്ക് ഈ പറയുന്ന ഈ ഡിസ്പ്ലേയുടെ ഷട്ടറിങ് ഇഷ്യൂവും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മൾ കണക്കൂട്ടിട്ടാണ് ഈ പറയുന്ന ഡിസ്പ്ലേക്കും അതേപോലെ നമ്മുടെ ഈ പറയുന്ന ഓവറോൾ പെർഫോമൻസിനും മാറ്റമുണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇനി നമ്മുടെ iOS 17.3ൻ്റെ ബീറ്റ 2 എന്നായിരിക്കും റിലീസ് എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഈ ഒരു ആഴ്ചകളിൽ വേറെ അപ്ഡേഷൻസോ കാര്യങ്ങളോ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. നമുക്ക് ഇനി നമ്മുടെ രണ്ടാമത്തെ വീക്ക് ജാനുവരിയിലായിരിക്കും iOS 17.3ൻ്റെ ബീറ്റ 2 നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ ഒരു സമയങ്ങളെല്ലാം നമ്മൾ ഡിസംബറിൻ്റെ എൻഡും അതേപോലെ ജാനുവരി ഫസ്റ്റ് വീക്കൊക്കെ US ഹോളിഡേയ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ അപ്ഡേഷൻസ് വരാനുള്ള ചാൻസ് നിയർലി കുറവാണ്. പക്ഷേ ആപ്പിളിൻ്റെ എൻജിനീയേഴ്സ് ഈ പറയുന്ന വാച്ചിൻ്റെ ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പണിയെടുത്ത് അല്ലെങ്കിൽ കൂടുതൽ കഷ്ടപ്പെട്ട് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ട്വീക്കിങ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പുതിയ മാറ്റം വരുത്താനുള്ള ഒരു തത്രപ്പാടിലാണെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു വീക്കിൽ ആപ്പിൾ വാച്ചിനൊക്കെ ചിലപ്പോൾ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. iOS 17.3ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമ്മുടെ ജാനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി തുടക്കമായിരിക്കും നമുക്ക് ലഭിക്കാനുള്ള ചാൻസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 17.2.1ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യിക്കണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ Instagram too. And thank you so much for watching this video. This is Evin Xavier signing from Evica.